തമിഴ്നാടും കർണാടകയും ഒരുപോലെ അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല കൂടിയായ വയനാട് 900 കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഗ്ലാസ് ബ്രിഡ്ജിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലുള്ള ഗ്ലാസ് ബ്രിഡ്ജും അതിലേക്കുള്ള ഓഫ് റോഡ് ഡ്രൈവും ഒക്കെയാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി കൊണ്ട് നിറഞ്ഞിട്ടുള്ള വയനാടുള്ള ഈ ഒരു സ്ഥലം ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ്. വയനാട് എത്തിയതിന് ശേഷമുള്ള രണ്ടാമത്തെ ദിവസത്തെ മോറി ക്യാപ്പ് റിസോർട്ടിൽ നിന്ന് നമ്മൾ നേരെ പോയത് 900 കണ്ടി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഒരു 6 കിലോമീറ്ററോളം ഓഫ് റോഡ് ഡ്രൈവ് ചെയ്തിട്ട് വേണം, ഉള്ളിലേക്ക് പോയിട്ട് വേണം നമ്മൾ ഈ 900 കണ്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണാനുള്ളത്. അപ്പോൾ ആ ഒരു ഓഫ് റോഡ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രൈവ് ആയിരുന്നു. നമ്മൾ ഫാമിലി ആയിട്ട് തന്നെയാണ് ഈ ജീപ്പിലൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരാൾക്ക് 200 രൂപ വെച്ച് ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഫാമിലിയിൽ 5-6 മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 200 രൂപ വെച്ചിട്ടുള്ള ഒരു ചാർജ് കൊടുത്തിട്ടാണ് നമ്മളൊരു ജീപ്പ് എടുത്ത് അങ്ങനെ ഉള്ളിലേക്ക് പോകുന്നത്. ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓഫ് റോഡ് ഈ ഒരു ഓഫ് റോഡിൽ വണ്ടികൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള 2 ട്രാക്ക് ചില ഭാഗങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു ട്രാക്കിലൂടെ വളരെ സുഖമായിട്ട് പോകാമെന്നുള്ളതാണ്. ഈ ഒരു കാണുന്നതാണ് ഒരു ചെറിയ പാർക്കും അതുപോലെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത് ഇവിടെയാണ്. ഒരു 4 കിലോമീറ്ററോളം യാത്ര ചെയ്തെത്തുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. ഇവിടുന്ന് വീണ്ടും കുറച്ചുകൂടി മുകളിലേക്ക് പോയിട്ടുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഓഫ് റോഡൊക്കെ ആസ്വദിക്കാൻ പറ്റും എന്നുള്ളത് തന്നെ മുകളിലേക്ക് പോകുന്തോറും. അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ മുകളിലെത്തുമ്പോഴാണ് ഒന്നും കൂടി വ്യൂ ഉള്ള ഗ്ലാസ് ബ്രിഡ്ജൊക്കെ. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റുള്ള ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 കണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ഹെക്ടർ എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഏലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് ഈ യാത്രയൊക്കെ വരുന്നത്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടീസും കൂടിയാണ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ. വയനാട് നടന്ന ഉരുൾപൊട്ടലൊക്കെ നടന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. ഒരു 4-5 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ വരുന്ന സ്ഥലം തന്നെയാണ് ഈ 900 കണ്ടി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ള അപകടം നടന്നിട്ടുള്ളത്. ഏകദേശം ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതിൻ്റെ ഒരു 2-3 ആഴ്ചയായിരുന്നു നമ്മൾ ഈ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ, ഇപ്പോൾ ഈ ആ സംഭവമൊക്കെ നടന്നത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭീതിയാണ് തോന്നുന്നത്. അത്രയും വലിയൊരു അപകടമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ മുകളിൽ നമ്മൾ ഏകദേശം ഒരു 7 കിലോമീറ്ററോളം ഓഫ് റോഡ് കഴിഞ്ഞ് എത്തിയിട്ട് കാണുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 250 രൂപ ഒരാൾക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് വേണം നമ്മൾ മുകളിലേക്ക് പോയിട്ടുള്ള ഈ ഗ്ലാസ് ബ്രിഡ്ജ് കയറാനും അത് ആസ്വദിക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടെങ്കിലും ഇവിടുത്തെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇത് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു ഗ്ലാസ് ബ്രിഡ്ജാണ്. അതുപോലെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വല്ലാത്തൊരു ഫീലാണ്. ഈ ഏലത്തോട്ടങ്ങളും മരങ്ങളും അതുപോലെ ഇതിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്തേക്കുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി കാഴ്ച കൂടി തന്നെയാണ്. വളരെ പ്രകൃതിയുടെ ആ ഭംഗി നമുക്ക് ആവോളം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാഴ്ച കൂടിയുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴയായിരുന്നു. അത്യാവശ്യം നല്ല മഴയായത് ഗ്ലാസ്സിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ലിപ്പാവുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഇങ്ങനെ ഒരു ആട്ടമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഉയരത്തിലേക്കാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. താഴോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു പേടിയൊക്കെ വരും. അപ്പോൾ അതുപോലെ നല്ല മലനിരകളാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വലിയ മരനിലകൾക്കുള്ളിൽ മഞ്ഞൊക്കെ കണ്ട് ഇതുപോലെ കാണാൻ ആസ്വദിക്കാം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പോയ സമയത്ത് നല്ല മഴ പെയ്തത് കാരണം എല്ലാവരും ഇവിടെ നിന്ന് പോന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാനൊക്കെ പറ്റി. അപ്പോൾ ആ ഒരു സമയത്ത് ആളുകളൊക്കെ മഴ കൂടുതലുള്ളത് കാരണം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നത് കാരണം നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വീഡിയോ കാര്യങ്ങളും അതുപോലെ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കാൻ പറ്റി. അപ്പോൾ ചെറിയൊരു ലെങ്ത്ത് കൂടുതലായത് കാരണം തന്നെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ചെറിയൊരു ആട്ടമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, ചെറുതായിട്ട് ആടുന്ന പോലെയൊക്കെ. പക്ഷേ അപകടങ്ങളൊന്നും ഇല്ലാത്തൊരു ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. അപ്പോൾ ഇതുവരെ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതും നല്ല സേഫ്റ്റിയൊക്കെ ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. ഇവിടെ നിന്നുള്ള കാഴ്ച, പ്രകൃതിയിലേക്കുള്ള കാഴ്ച മറ്റുള്ള ഗ്ലാസ് ബ്രിഡ്ജിനേക്കാളും ഇത് വ്യത്യസ്തമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നും തിരിച്ചു പോരുമ്പോഴുള്ള ഒരു വീഡിയോ ആണിത്. നമ്മളൊരു 100 ഏക്കർ ആയിട്ടുള്ള ബോച്ചയുടെ 100 ഏക്കർ ടീ പ്ലാന്റിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയൊക്കെ ബോച്ചയുടെ 100 ഏക്കർ എന്ന് പറയുന്ന ടീ പ്ലാന്റ് ആണ്.
വയനാട് എന്ന് പറഞ്ഞാൽ ടൂറിസം കൊണ്ട് ജീവിതമാർഗം കാണുന്ന ഒരു ഡിസ്ട്രിക്ട് കൂടിയാണ്. അപ്പോൾ ഓരോ യാത്രകളും വയനാട്ടിലേക്ക് വളരെ മനോഹരമായ വ്യത്യസ്ത അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ക്ലോസ്ഡ് ആണെങ്കിലും ഭാവിയിൽ നമുക്ക് അവിടെ പോകാനും ആസ്വദിക്കാനും പറ്റട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.